ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പനമ്പിൾ നഗറിൽ ഊട്ടുപൂരിൽ നിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുണ്ട് കൂടെ. സംഭവം ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിരപ്പള്ളി പോവാണ്. അതിരപ്പള്ളി പോയിട്ട് അവിടെ പോയിട്ട് വ്ളോഗ് ചെയ്യാം, അടിച്ചു പൊളിച്ച് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നും മച്ചന്മാരെ ഒന്നും പറയണ്ട. ശോകം എന്ന് പറഞ്ഞാൽ ശോകം. കൊച്ചി മഴയത്ത് മുങ്ങി, അതേപോലെ എൻ്റെ വീട് മുങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിൻ്റെ മേലോട്ട് വരെ വെള്ളം കയറി. ബീൻ ബാഗും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മെസ്സായി. അതിരപ്പള്ളി പോയിട്ട് തിരിച്ച് എന്നാലും അത്യാവശ്യം സീനില്ലാണ്ടെന്നല്ല, അത് പൊന്നും അധികം ആൻറ്റി ഇൻഡീപ്പ് പൊന്നുനെ ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറ്റാഞ്ഞിട്ടാണ്. നല്ലോണം വെള്ളം കയറി, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ മെസ്സായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് ഇന്നലെ നമ്മൾ അതിരപ്പള്ളിയിൽ മഴയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും പോയി. വ്ളോഗ് എടുക്കാനും ഉദ്ദേശിച്ച മാതിരി പറ്റിയില്ല, ബിക്കോസ് ഫുൾ വെള്ളവും അതൊക്കെ അതിൽ മെസ്സായിട്ട് തിരിച്ചു വരുമ്പോൾ തുടങ്ങിയ മഴയാണ്. എന്നിട്ട് വീടെത്തിക്കഴിയുമ്പോൾ വീടിൻ്റെ ആ വഴി തൊട്ട് ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്ന പലർക്കും അറിയാം, വീട്ടിൽ വെള്ളം കയറുന്ന കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ വെള്ളം കയറി, നല്ലോണം വെള്ളം കയറി, മെസ്സായി. എന്നിട്ട് എന്ത് ചെയ്തു, അച്ഛനിപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ കിടക്കാൻ പറ്റത്തില്ല, വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. കാരണം മൊത്തം എൻ്റെ ഗ്യാസിൻ്റെ കുറ്റി വരെ കമ്മന്ന് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നു. അത്രയും വെള്ളം കയറി, മൊത്തം മെസ്സായി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രി ഇവിടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൻ്റെ അവിടെയുള്ള BTS പോയിട്ട് റൂം എടുത്തു. അവിടെയായിരുന്നു ഇന്നലെ രാത്രി. അത് കഴിഞ്ഞ് ഇന്നലത്തെ ട്രാവലും മെസ്സും കാര്യങ്ങളും ഫുഡൊക്കെ കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നു. എന്നിട്ട് അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ആയി. അപ്പം മെഡിസിൻ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന തന്നെ അവിടെ ഓൾറെഡി തമിഴന്മാർ വന്നിട്ടുണ്ട്. തമിഴന്മാർ വന്നിട്ട് മോട്ടർ സെറ്റ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് പിന്നെ ബാക്കി വെള്ളം കോരിക്കളയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആണ്, എത്രയെന്ന് വെച്ചാൽ കോരിക്കളയാൻ പറ്റുക. അപ്പോൾ ഭയങ്കര മെസ്സാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്ദിരാഗാന്ധി പോയി ഇഞ്ചക്ഷൻ എടുത്ത് വന്ന് ഊട്ടുപുരയിൽ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മഴയൊന്ന് തുടങ്ങിയപ്പോഴേക്കും ഇതാണ് നമ്മുടെ അവസ്ഥ. വെള്ളം കയറി. പിന്നെ നമ്മുടെ നിക്കി, ബ്ലാക്കി, കുക്കി, ചാർലി, മറ്റേ മോമോ ഒക്കെ ഞാൻ മേലെ കൂട്ടിലാക്കിയിട്ടിട്ടാണ് ഇട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ വീടൊക്കെ ഫുള്ള് പോയി ഭയങ്കര മെസ്സായിപ്പോയി. ഞങ്ങളിപ്പോൾ ഊബർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊബർ കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ബിഗ് ബോസ് ആയിട്ടുള്ള കണക്ഷനൊക്കെ പോയി എനിക്കൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇതാക്കാൻ പറ്റി, പോസ്റ്റാക്കാൻ പറ്റി, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്നും അപ്ഡേറ്റ് ഒക്കെ കണക്കായിരിക്കും മച്ചന്മാരെ. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ശരിയാക്കട്ടെ, വീടൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. അപ്പോൾ വീടിൻ്റെ കോലം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും കൊച്ചി താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെയൊക്കെ സേഫ് ആണോ, വെള്ളം കയറിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വീടിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. നമ്മുടെ റൂമ് മാത്രം ഓക്കെയാണ് പൊന്നും. നമ്മുടെ റൂമിൽ തന്നെ ഇറങ്ങി, ഇറങ്ങിയിട്ടില്ല.